ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഏവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ രാവിലത്തെ കുറച്ച് റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ താത്താരും കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ശനിയാഴ്ചയാണ്, സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് രാവിലെ എണീറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ റയ്യാനാണെങ്കിലോ ഹിഷാമിൻ്റെ പിന്നാലെ പല്ലേക്കാണ് കേട്ടോ. ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ പല്ലേക്കാൻ പോയപ്പോൾ ഉമ്മ എന്നെ അവിടെ നാട്ടിട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിക്കണതും ഈ വാഷ് ബേസും കുറച്ച് എടുത്താണ് കേട്ടോ. അപ്പം ഉമ്മ എന്നോട് ഇവിടെ തേക്കണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയിക്കോറു കേട്ടോ. അപ്പം ഞാനങ്ങനെ പിന്നെ രാവിലെ തന്നെ ഉമ്മാനോട് ഉടക്കാൻ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ബ്രഷൊക്കെ ചെയ്തു കേട്ടോ. ചിലപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. ഇങ്ങനെ ഉമ്മ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഞാനപ്പോൾ അവിടെ നിന്ന് ചെയ്യും. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണതിൻ്റെ അടുത്തുള്ള ടേബിൾ അല്ലെങ്കിലും ബാത്റൂമിലുണ്ട് ചെറിയ വാഷ് ബേസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടും കഴിയാലും മതി. പക്ഷേ ഞാൻ എന്തായാലും ഉമ്മ എന്ന് പറഞ്ഞത് അനുസരിച്ചു കേട്ടോ. അങ്ങനെ ഷേസു ബേബി രാവിലെ തന്നെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. രാവിലെ തന്നെ അവിടെ എല്ലാവരും കൂടിയിട്ട് പന്തളിക്കാണ് കേട്ടോ. അപ്പോൾ ആ പന്തളിക്കണോടത്തും ഞാൻ എടുത്ത് കൊടുന്നതിന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കാരണം മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളിക്കാനും പന്തളിക്കാനും ഒക്കെ ഭയങ്കര ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഷേസു ബേബി. റയ്യാനും ഓലൊക്കെ എന്താ ചെയ്യണത് അതേപോലെ ഓലെ പിന്നാലെ നടന്നിട്ട് പന്ത് വേണം പന്ത് വേണം എന്ന് പറഞ്ഞാൽ ഒരേ കരച്ചിലാക്കാറ് കേട്ടോ. അങ്ങനെ അവിടുന്ന് എടുത്ത് കൊടുന്നിട്ട് ഓനിക്ക് ചായയും കടിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ദോശയുണ്ട്. ദോശ ഇല്ലാത്തൊരു ദിവസമല്ല, ഡെയിലി നമുക്ക് ദോശയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കണം കേട്ടോ. ചപ്പാത്തി അല്ല, നമ്മൾ 2 പൊടിയും പാടി കൂട്ടിയിട്ട് ഉണ്ടാക്കണ ഒരു ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി, ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഈ മടക്കി വെക്കണ പരിപാടി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈറുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ കുട്ടികളില്ല വീട്ടിൽ നമ്മൾ എത്ര അടക്കിയോ ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ 3 കുട്ടികൾ എത്ര നേരമാക്കി വെച്ചിട്ട് അത് ആ ഒരു വൃത്തിയിൽ പഴയ പോലെ ആ വൃത്തിയിൽ ഇരിക്കുകയില്ല കേട്ടോ. നമ്മളാ നേരാക്കി വെച്ച് കുറച്ച് നേരം അത് നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ അത് പഴയ പോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഷേസു ബേബിൻ്റെ ഡ്രസ്സ്, റയ്യു ബേബിൻ്റെ ഡ്രസ്സ്, പിന്നെ എൻ്റെ കൊട്ട നിറച്ച് എൻ്റെ ഡ്രസ്സ്, അതൊക്കെ നമ്മളങ്ങോട്ട് ഒതുക്കി പെറുക്കി നേരെ വെക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഡ്രസ്സ് ഒതുക്കി വെക്കുക കേട്ടോ. ഒതുക്കി വെക്കാൻ വെച്ചിട്ട് കാര്യമില്ല. അതാ ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അടിക്കാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ. നല്ല അലങ്കോലമായിട്ടോ വീട് കിടക്കണത്. എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കച്ചറുണ്ട് കേട്ടോ. അടിച്ചോരിയിട്ട് ഇങ്ങോട്ട് ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. കാരണം ഒന്ന് അടിച്ചോരുമ്പോഴത്തേനും അവിടെ പരത്തിയിട്ടും ഉണ്ടാവും, രണ്ടാമത് ഭയങ്കര പൊടി ഇതുമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തിനുള്ള സ്നാക്സിനുള്ള പ്രിപ്പറേഷൻ താത്ത അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി വെച്ചിട്ട് അരി കൊണ്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഡെയിലി നെയ്ച്ചോറാണ് കേട്ടോ. ആ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാനുള്ള പ്ലാന്. അപ്പോൾ ഉമ്മ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യും. താത്ത വൈകുന്നേരത്തിന് കഴിക്കാനുള്ള പ്രിപ്പറേഷനും തുടങ്ങുകയാണ്. ഞാനിവിടെ അടിക്കുകയും തുടക്കുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ നേരത്തെ പണികൾ കഴിയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റത്. കാരണം ഈ വീഡിയോ എടുക്കലൊക്കെ കൂടി എൻ്റെ എല്ലാതും പാടി കഴിയുമ്പോഴത്തേനും നല്ല ലേറ്റ് ആവലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും നേരത്തെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇക്കോളത് ഉണ്ടാക്കണ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ വായിൽ ഭയങ്കര കപ്പൽ ഊറുണ്ട് കേട്ടോ. പിന്നെ നല്ല നെയ്യൊക്കെ പുരട്ടിയിട്ടാണ് കേട്ടോ ഓൾ ഉണ്ടാക്കണത്. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ തിരുമ്പാനൊക്കെ ഉള്ളത് ഞാൻ വേഗം തിരുമ്പാണ് കേട്ടോ.
കുറേ ഐറ്റംസ് ഒന്നും തിരുമ്പാനൊന്നുമില്ല. പക്ഷെ ഉള്ളത് വേഗം തിരുമ്പിയിട്ടാൽ ഇനി നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വെയിലാക്കാനും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴയും പെയ്യും കേട്ടോ. അപ്പോൾ ആ വെയിൽ കണ്ടിട്ട് വേഗം ഞാൻ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിയിട്ടോ. പിന്നെ ഇന്ന് ഏകദേശം വെയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒരുപാട് ഡ്രസ്സുകൾ ഉണങ്ങാനുള്ളതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടു. പിന്നെ ഷേതു ബേബിക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കണം അത് ഞാൻ അങ്ങനെ കൊടുക്കാട്ടോ ഞാൻ ചെയ്യൽ. ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയും നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറും കൊടുക്കും കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് വെള്ളം പാർന്നിട്ട് അതിൻ്റെ തിക്കൊന്ന് കുറച്ച് ലൂസ് ടൈപ്പ് ആക്കിയിട്ട് ഞാനൊന്ന് കുത്തി ഉടച്ചിട്ട് കൊടുത്താൽ ആൾ കഴിക്കും കേട്ടോ. ആൾക്കങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചപ്പോൾ അതിനിട്ട്. കാരണം 10 മണിക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഈവനിങ് ഷേജു ബേബി നീച്ചപ്പോൾ തന്നെ താത്ത ഉണ്ടാക്കിയ സംഭവം കൊടുത്തു കേട്ടോ. ഓനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓനത് കഴിച്ചു. പിന്നെ ഇന്ന് എന്തായാലും ഞാൻ ഉച്ചക്ക് നല്ലോണം ഉറങ്ങി കേട്ടോ. ഇങ്ങനെ ഉറങ്ങാൻ എനിക്ക് എപ്പോഴൊന്നും പറ്റലില്ല കേട്ടോ. ഉറങ്ങിയ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഉറങ്ങാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും പണികൾ നേരത്തെ കഴിഞ്ഞപ്പോൾ നല്ലോണം സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങിയാലൊരു മന്ദപ്പല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ നമ്മളെ മറ്റേ മുറ്റത്ത് നമ്മളെ അടുക്കളയുടെ അവിടെ നോക്കിയാൽ ആ പറങ്കി മാങ്ങയുടെ ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കൊണ്ട് അവിടെ ഇരിക്കാൻ ഭയങ്കര ഒരു അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി ഈവനിങ് ആയാൽ പിന്നെ ചായ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ചിലവരെങ്കിൽ കരുതുണ്ടാവും ഇവൾക്ക് എന്താ 24 മണിക്കൂർ ഫുഡ് കഴിക്കണതും അതും ഇതും മാത്രമുള്ളല്ലോ ഇടണമെന്ന്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. പിന്നെ എൻ്റെ ഉമ്മയാണ് അധികം കുക്ക് ചെയ്യൽ. ഞാൻ മറ്റേ ബാക്കിയുള്ള പണികളാണ് ചെയ്യൽ. പിന്നെ നമ്മൾ കഴിക്കണത് ചായ കടി ഫുഡ് ഇതിപ്പോൾ എല്ലാവരും കഴിക്കൂലേ. നമ്മളൊക്കെ ജീവിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അല്ല അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. ടാറ്റാ ബൈ ബൈ. അതാ പൂച്ച 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 ലേസം